കൂട്ടുകാരെ, നമ്മൾ കുറച്ച് ദിവസമല്ല കേട്ടോ, ആഴ്ചകളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു അടിപൊളി നാച്ചുറൽ പശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാനും വഴിയില്ല, അതിൻ്റെ രൂപം അങ്ങനെ കേട്ടോ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുറേ മുമ്പ് ചക്ക വെച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. നല്ല മുളഞ്ഞിട്ടാ കളയണ്ട. അതിൽ കിട്ടിയ മുളഞ്ഞ് മൊത്തം നമ്മൾ ഇതേപോലെ എടുത്തു വെച്ചതാണ്. അപ്പോൾ അന്ന് വെച്ച മുളഞ്ഞിതാ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കല്ലപ്പം പോലെ ആയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മളൊരു കാട്ട് കോഴിനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്ട്രെച്ചറിന് വേണ്ടി നമ്മൾ ഒരു ഉണങ്ങിയ തേങ്ങയും പിന്നെ കുറച്ച് ഉണങ്ങിയ കൊമ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ ശൂലം പോലെ 2 കമ്പ് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു തേങ്ങയ്ക്ക് ഇതാ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ കുത്തി ഇറക്കി വയ്ക്കാം. ചകിരിയുടെ ഉള്ളിൽ കൂടെ ഇറക്കി ഇങ്ങനെ വീട്ടാം. പിന്നെ ഇതാ ഈ ഒരു കമ്പ് നമുക്ക് ഇതുപോലെ വെച്ച് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ കോഴിക്ക് പൂവിന് പറ്റിയ എന്തെങ്കിലും കിട്ടുമോ നോക്കി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ കുറച്ച് മരക്കൂൺ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് പൂവിന് പറ്റിയ 2 നമുക്ക് ഇങ്ങോട്ട് പറിച്ചെടുക്കാം. പിന്നെ നമ്മൾ വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട്, വേറൊന്നല്ല കൊക്കാട്ടോ. അപ്പോൾ ഒട്ടിക്കാൻ നമ്മുടെ മെയിൻ ഐറ്റാണ് എടുക്കുന്നത്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റർ വെച്ചിട്ട് ഇതിങ്ങനെ ചൂടായി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, കത്തിയിട്ട് നല്ല ചൂടായിട്ട് പതഞ്ഞിങ്ങനെ വരും. അത് നേരെ നമ്മുടെ ഒട്ടിക്കേണ്ട ഭാഗത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടെ. തേന് പോലെ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു കൊക്ക് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം. നിന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പശയുടെ ക്വാളിറ്റി. അത്യാവശ്യം ഒരു ബലത്തിൽ നമ്മുടെ കൊക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തല ആടുന്നല്ലാതെ. ഇനി ഇതിൻ്റെ മുകളിലാണ് പൂവൊക്കെ വരുന്നത്. അപ്പോൾ ഈ പശ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പശ നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ, നല്ല പിടുത്ത പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഴി ഇതാ 2 കാലിൽ നിന്നിട്ടുണ്ട്. വിരലുകളൊക്കെ ഉണ്ട് വെച്ച് കൊടുത്തപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി മൂപ്പർക്ക് ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ തല്ല് കൂടാനുള്ള 2 കടാര നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പം നമ്മളിതാ കോഴിയുടെ തൂവൽ തിരഞ്ഞിറങ്ങിയതാണ്. നമ്മുടെ കയ്യിൽ 2-3-4 ടൈപ്പ് കളറിലുള്ള ഇലകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് കുറച്ച് ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത്രയും ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. വാലെന്നാണ് നമ്മൾ തുടങ്ങണത്. ഇതിലേത് ഇലയും വാലിന് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ആ ഇലന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അങ്കവാല് വെക്കാൻ വേണ്ടി പോണേ. അതിങ്ങനെ വെച്ച് അമർത്തി ഊട്ടിച്ചാണ് എടുക്കാം കേട്ടോ. അയ്യവ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല പുള്ളി കോഴീനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഈ ഒരു ഇല തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചിറക് പോലെ ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പോവാണ്. അങ്ങനെ ഇതാ ഒട്ടിച്ച് ഇനി കഴുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ, വെറും പച്ച കളറാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ഈ പുള്ളിയുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കഴുത്തിൽ നമ്മൾ വീണ്ടും ഈ ഒരു പുള്ളി തന്നെ വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ തൂവൽ മൊത്തത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ കോഴി ഒന്ന് കളർഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ കളറില്ലാത്ത ഭാഗം എന്ന് പറയാച്ചാൽ ഈ കൊക്കും മുഖമൊക്കെയാണ്. അപ്പോൾ അതും കൂടി നമുക്കണ്ട് കളറാക്കി എടുക്കാം. പൂവൊക്കെ നല്ല ചോന്നങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചക്കപ്പാശിയും കളർ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത്. എന്തായാലും വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ കാട്ട് കോഴി താട്ടോ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
നമുക്ക് ഈ ഒരു ചക്കപ്പശ ഒരു ഐഡിയ കിട്ടിയത് നമ്മുടെ അച്ചമ്മ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓട്ടപ്പെടുന്ന ചെമ്പൊക്കെ മൂപ്പത്തിയേറ് ഈ ഒരു ചക്കപ്പശ വെച്ചിട്ടാണ് ഒട്ടിച്ചേർന്നത്. ഇതുണ്ടോ നമ്മുടെ ഈ ഒരു കൊക്കനെ കണ്ടില്ലേ, ഒട്ടിച്ചിട്ട് എത്ര നേരം അയച്ചിട്ടാ, ഇതുവരെ ഒരിളക്കോ ഒന്നുമില്ല, നല്ല കല്ല് പോലെയാണ് ഇരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ. ഇവിടെ തന്നെ കിട്ടും ചെയ്യും ജനലും ചില മൂത്രയിൽ മൂത്രയിലൊഴി